वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगुणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते जयपताक स्वामिनिति नामिने नमः आचार्यपदाय निताय कृपाप्रदायिने गौरकथा धामदाय नगरग्रामतारिणे नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरि ओम तत्सत എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് രണ്ടാമത്തെ അധ്യായം 46ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. യാവാൻ അർത്ഥ ഉദാപാനേ സർവതാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. സിമി മാതാജി പ്ലീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഹരി ബോൾ. All purposes served by a small well can at once be served by a great reservoir of water. Similarly, all the purposes of Vedas can be served to one who knows the purpose behind them. എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ മാതാജി ജസ്റ്റ് ബ്രീഫായിട്ട് പറയാൻ പറ്റുമോ? എന്താണ് മനസ്സിലായത്? മലയാളത്തിൽ എന്താണ് ഉണ്ടോ? മലയാളം ബുക്ക് ഉണ്ടോ? എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? പ്രഭുജി എന്നോടാണോ? അതെ മാതാജി തന്നെ. ഇല്ല, എന്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് തന്നെയാണ്. രൂപേശ്വരി മാതാജി മലയാളം ഉണ്ടോ? വായിക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. എന്താണ് മാതാജി? സിമി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതില് പറയുന്നത് ഒരു ചെറിയ കിണറിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടാവോ അത് ഒബ്വിയസ്ലി ഒരു വലിയ റിസർവോയർ ഓഫ് വാട്ടറിന് നമുക്ക് ലഭിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ വേദാസിന്റെ പുറകെ, വേദാസിൽ ആക്ച്വലി എന്താ പറയാ, എങ്ങനെ നമുക്ക് ഒരു ഡെമിഗോഡിനെ പ്രീതിപ്പെടുത്താം, ഓരോ പർപ്പസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറകെ പോവാതെ ഓക്കെ, വേദാസ് സെർവ് ചെയ്യുന്ന എല്ലാ പർപ്പസും അത് ഉണ്ടാക്കിയ ആൾക്ക് ലൈക്ക് ക്യാൻ ബി സെർവ്ഡ് ടു വൺ ഹു നോസ് ദ പർപ്പസ് ബിഹൈൻഡ് ദം. ഓൾ ദ പർപ്പസസ് ക്യാൻ ബി സെർവ്ഡ്. വെരി ഗുഡ്. യെസ്, നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പർപ്പോട്ടിൽ എന്താണ് ശ്രീ പ്രഭുപാദ എഴുതി നോക്കാം. The rituals and sacrifices mentioned in the Karma Kanda division of the Vedic literature are meant to encourage gradual development of self-realization. അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്തിനാണ് ഇങ്ങനെ? വേദ മീൻസ് ഗുഡ്, ബാഡ് ആൻഡ് അഗ്ലി. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓൺലി ഗുഡ് തിങ്സ് ആർ ദർ, എവറിത്തിങ് ഈസ് ദർ. കാരണം കർമ്മകാണ്ഡം എന്തിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? സ്ട്രേറ്റ് ആയി നമ്മൾ ഭക്തി ചെയ്തുകൂടെ? എന്തുകൊണ്ട് വ്യാസദേവൻ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നു? ഭക്തി സ്ട്രേറ്റ് ഭക്തി എന്ന് പറഞ്ഞൂടെ?
അല്ലെ? എന്തിനാ കർമ്മകാണ്ഡം തന്നു, ജ്ഞാനകാണ്ഡം തന്നു, ധ്യാനകാണ്ഡം തന്നു, ഭക്തി തന്നു. ഇങ്ങനെ ഡിഫറെന്റ് യോഗ പ്രോസസ്, ഡിഫറെന്റ് പ്രോസസ്സ് നമുക്ക് തന്നു. എന്ത് സ്ട്രേറ്റ് അവേ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ഇത് തന്നൂടെ? അപ്പൊ എന്തുകൊണ്ടാണ് കർമ്മകാണ്ഡം തന്നു, ധ്യാനകാണ്ഡം, ഡിഫറെന്റ് യോഗ, ഡിഫറെന്റ് പ്രോസസ്സ്, എന്തുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻസ് തരാൻ കാരണം? ആർക്കാ പറയാൻ പറ്റുക? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗോപി പ്രഭു പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. എനിക്ക് മനസ്സിലായതുവരെ അതായത് നമ്മളുടെ ഓരോരുത്തർക്കും അവരുടെ ഗുണ മിശ്രിതം പല രീതിയിലാണ്. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തിൽ ഏതാണോ പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചാണ് ഈ പറയുന്ന എലിവേഷനുള്ള മാർഗം കൊടുത്തിരിക്കുന്നത്. പ്രഭു അത് തന്നെയാണ് പ്രഭു. എല്ലാവിധ, കാരണം സ്പിരിച്വൽ പ്രോഗ്രസ്സിൽ ഫോളോ ചെയ്യുന്ന പേർക്ക് പലർക്കും പല ലെവലാണ് പ്രഭു. ലൈക്ക് ഈ ഒരു മിശ്രണം കൊണ്ട്, പ്രഭു പറഞ്ഞ പോലുള്ള ഒരു മിശ്രണം കൊണ്ട് പലരും പല ഡിഫറെന്റ് ലെവൽസിലാണ്. അപ്പൊ എല്ലാ ലെവലിലും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസ് കൊടുക്കാൻ പറ്റും വേദാസിന് പ്രഭു. അപ്പൊ അതിനാണ് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. സിമി മാതാജി. സെയിം പ്രഭുജി, ആഡ് ചെയ്യാനില്ല. നമുക്ക് സരിത മാതാജി സെയിം ആണോ? അതെ പ്രഭുജി, ഞാൻ മനസ്സിലാക്കുകയാണ് ഈ പറയുന്നത് കേട്ട്. വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞ പോലെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓരോരുത്തരുടെയും ഗുണം ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്, അല്ലെ? ഓരോരുത്തരുടെയും ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് ഉതകുന്ന ഒരു ശിക്ഷണം അവിടെ കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾക്കറിയാം PhD ഇസ് ദ അൾട്ടിമേറ്റ് ഡിഗ്രി, ഫോർ എക്സാമ്പിൾ. ഓക്കെ, PhD ഇസ് ദ ടോപ്പ് മോസ്റ്റ് ഡിഗ്രി. അപ്പൊ ഡയറക്റ്റ് ഒരു കുട്ടിക്ക് PhD ചെയ്യാൻ പറ്റുമോ? So you have to slowly and gradually from KG, first standard, second standard, അങ്ങനെ പോയി 10th കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാഡ് കഴിഞ്ഞ് PhD ചെയ്യണം. അപ്പോ അതിനുള്ളൊരു അവസരം നമുക്ക് തരണ്ടേ? സ്ട്രേറ്റ് അവേ ഒരാളുടെ ദാറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ്, സോ യു സ്ട്രേറ്റ് അവേ ജോയിൻ ദ PhD എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് the rituals and sacrifices mentioned in the Karmakanda division of the Vedic literature are meant to encourage gradual development of self. അപ്പൊ നമ്മൾ എങ്ങനെ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിച്ച് നമ്മൾ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് PhD എടുക്കുന്നു, ദാറ്റ് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് വെക്കുക. അതേപോലെ ഭക്തി മാർഗത്തിലേക്ക് ഈ പ്രോസസ്സ് കൂടെ നമ്മൾ ഭക്തിയിലേക്ക് എത്തണം. സോ ഇറ്റ്സ് എ സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്. അപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ ഭക്തി മാർഗം? എന്തുകൊണ്ട് നമ്മൾ ഓക്കെ, ആദ്യം വേറൊരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കർമ്മകാണ്ഡം ചെയ്യുന്നില്ല? അപ്പൊ എന്തുകൊണ്ട് ജ്ഞാനകാണ്ഡം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അത് ചെയ്യാത്തത്? നമ്മൾ വൈ വി ഹാവ് ടേക്കൺ ദ ഭക്തി പ്രോസസ്? അർച്ചന മാതാജി, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കർമ്മകാണ്ഡം മുതൽ തുടങ്ങണ്ടേ? അർച്ചന മാതാജി ഇല്ലാണോ? സിമി മാതാജി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? പ്രഭുജി, ഇത് കലിയുഗമാണ്. അപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഭക്തി മാർഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ ചെയ്യേണ്ടത്. വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. പ്ലസ് അർച്ചന മാതാജി, എനി പോയിന്റ് ടു ബി ആഡഡ്? കാണിച്ചാൽ നമ്മൾ പറയുന്ന ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ കർമ്മകാണ്ഡം നമ്മുടെ ഗുണം അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യാം, അല്ലെങ്കിൽ ജ്ഞാനം ചെയ്യാം, ധ്യാനം ചെയ്യാം, ഭക്തി മാർഗം സ്വീകരിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഭക്തിയാണ്. എന്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ താഴത്തെ പടിയിൽ നിന്ന് തുടങ്ങിയില്ല? എന്തുകൊണ്ടാണ് ഭക്തി മാർഗം? ഐ തിങ്ക് അർച്ചന മാതാജി is not here, I think. Okay, no problem. So രൂപേശ്വരി മാതാജി. പ്രഭുജി അറിയില്ല, അതായത് ചിലപ്പം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറച്ച് ഫോളോ ചെയ്ത് വന്നിട്ട് ഇപ്പൊ മനസ്സിലാക്കിയതായിരിക്കാം.
നേഹാഭിക്രമനാശോസ്തി. നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവരത് ചെയ്തിട്ടില്ല എന്നർത്ഥം. കഴിഞ്ഞ ജന്മങ്ങളില് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. നമ്മുടെ ഇത് വി കുഡ് കൺസീവ് ദിസ്, വി കുഡ് അക്സെപ്റ്റ് ദിസ് ബിക്കോസ് വി ഹാവ് ഫിനിഷ് ഓൾ ദിസ്. നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഭഗവാന്റെയും ഗുരുവിന്റെയും എല്ലാം മേഴ്സി കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, that's why we got connected and we could practice this. We could understand the things in the right perspective. അല്ലെങ്കിൽ നമ്മളും 1ാം ക്ലാസ് പോയിരിക്കേണ്ടിയിരുന്നു അല്ലേ? 1ാം ക്ലാസ് തെറ്റാന്നല്ല പറയണേ. 1ാം ക്ലാസ് വേണം, എല്ലാവർക്കും ഒരു ഫൗണ്ടേഷൻ വേണം. 1ാം ക്ലാസ് കഴിയാണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പിന്നെ ഓഫ് കോഴ്സ് ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിൽ അത് എത്താൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ എന്താണ് ഇങ്ങനത്തെ റിച്വൽസും സാക്രിഫൈസസും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണത്. അപ്പൊ നമ്മള് കഴിഞ്ഞ എത്രയോ ജന്മങ്ങളായിട്ട് പലതും ഇങ്ങനെ ജ്ഞാനവും ധ്യാനവും കർമ്മവും ഒക്കെ ചെയ്ത് കൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ലെവലിൽ നമ്മൾ എത്തി. ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കായി പല ജന്മങ്ങളും എടുത്തിട്ട്. അതാണ് അതിന്റെ സത്യാവസ്ഥ. അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വേദങ്ങളിലെല്ലാം ഉണ്ട്. ആര് ഏത് കോൺഷ്യസ്നെസ് ലെവലിലാണോ, ഏത് ഗുണത്തിലാണോ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ബട്ട് അൾട്ടിമേറ്റ്ലി എവറി വൺ ഹാസ് ടു ഗ്രോ ഇൻ ദിസ് ലാഡർ ഓഫ് ഡിവോഷൻ ആൻഡ് കം ടു ദ stage of devotional service. Ultimately that is the destination. That's a final destination. And the purpose of self-realization is clearly stated in the 15th chapter of the Bhagavad Gita. The purpose of studying the Vedas is to know Lord Krishna, the primal cause of everything. Vedescha sarver aham eva vedya. എല്ലാ വേദങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്, എല്ലാ വേദങ്ങളെയും കൊണ്ടും അറിയാൻ ഉള്ള ഒരേ ഒരു സബ്ജക്ട് മാറ്റർ ആണ് ഭഗവാനെ പറ്റി അറിയുക. അഹം ഏവ വേദ്യ എന്ന് പറഞ്ഞത് എന്നെ അറിയുക, അതാണ് വേദങ്ങളുടെ സാരം. അപ്പൊ നമുക്ക് വേദങ്ങളെല്ലാം അറിയാം, എല്ലാ ശ്ലോകങ്ങളും അറിയാം, എല്ലാ മന്ത്രങ്ങളും അറിയാം. പക്ഷെ ഭഗവാൻ ആരാ ചോദിച്ചാൽ എപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ഒന്നും അറിയില്ല എന്നർത്ഥം. Okay, the cause of everything. So self-realization means understanding Krishna and one's eternal relationship with him. Okay, ഇതാണ്. അപ്പോൾ ദിസ് സെൽഫ് റിയലൈസേഷൻ. സോ സംബന്ധജ്ഞാനം, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് അതിനെന്താ പറയാ, സംബന്ധജ്ഞാനം. പിന്നെ ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്താണ് പ്രോസസ്? അതിനെന്താ പറയുന്നത്? ആഭിധേയ, സംബന്ധ ആഭിധേയ പ്രയോജന. ഓക്കെ, സംബന്ധം പറഞ്ഞാൽ വാട്ട് ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ദ സുപ്രീം ലോർഡ്. സോ വി ഹാവ് ടു റീഎസ്റ്റാബ്ലിഷ്. And what is the process to re-establish that? That is the process. അതിനെ ആഭിധേയ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സംബന്ധം ആഭിധേയം, അത് കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? എന്താണ് പ്രയോജനം? റിസൾട്ട്. ഓക്കെ, നമ്മൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി, അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള പ്രോസസ്സ് മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രയോജനം? എന്താണ് അതിന്റെ പ്രയോജനം? ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡറ്റ് അല്ലേ? ലവിങ് ഡിവോഷൻ സർവീസ്, എറ്റേണൽ ലവിങ് ഡിവോഷൻ സർവീസ്. അപ്പൊ സംബന്ധജ്ഞാനം, ആഭിധേയജ്ഞാനം ആൻഡ് പ്രയോജനം. അപ്പോ സംബന്ധ ആചാര്യ ആരാണ്? ആരാണ് സംബന്ധത്തിന്റെ ആചാര്യൻ? ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയില്ല? സനാതന ഗോസ്വാമി. ഓക്കെ, ആൻഡ് സംബന്ധ ഡെയിറ്റി ആരാണ്? സംബന്ധ ഡെയിറ്റി ആരാണ്? രാധാ മദൻ മോഹൻ. ഓക്കെ, ആഭിധേയത്തിന്റെ ആചാര്യൻ ആരാണ്? ഗോവിന്ദ. ആചാര്യൻ രൂപ ഗോസ്വാമി. ആൻഡ് ഡെയിറ്റി ആരാണ്? രാധാ ഗോവിന്ദ്. പ്രയോജനത്തിന്റെ ആചാര്യൻ ആരാണ്? രാധാ ഗോപിനാഥ്. ഗോസ്വാമി അല്ല, രഘുനാഥ് ദാസ് ഗോസ്വാമി. ആരാണ് ഡെയിറ്റി? രാധാ ഗോപിനാഥ്. ഓക്കെ, സോ
Sanatana Goswami, Rupa Goswami, Raghunath Das Goswami. Okay. Radha Madan Mohan, Radha Govind, Radha Gopinath. Sambandha Acharya, Sambandha deity, and Abhidaya Acharya, Abhidaya deity, and Prayojana Acharya, Prayojana deity. So is it clear? ഭഗവാൻ പറയുന്നത് അവരാണ് അതിന്റെ പ്രോസസ്സും അതിന്റെ അവർ സപ്പോസ് നമ്മൾ ഈ ഭഗവാനായിട്ടുള്ള സംബന്ധം ആ ആചാര്യനാണ് നമുക്ക് അതിന്റെ ശിക്ഷണം തരുന്നത്, അതിന്റെ എഡ്യൂക്കേഷൻ തരുന്നത്. പിന്നെ ആ ഡേറ്റിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ആ സംബന്ധം, മറ്റത് പ്രയോജനം, മറ്റേ സംബന്ധം ആൻഡ് വാട്ട് ഇസ് ദാറ്റ്, അഭിധേയ ആൻഡ് പ്രയോജന. ഓക്കെ, എസ്റ്റാബ്ലിഷ് പിന്നെ പ്രോസസ്, അതായത് ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ദ പ്രോസസ് ആൻഡ് ദ റിസൾട്ട്. അപ്പൊ അവരാണ് അതിന്റെ റെസ്പെക്റ്റീവ് ആചാര്യന്മാരും റെസ്പെക്റ്റീവ് ഡേറ്റീസും. അത് മനസ്സിലാക്കാനും അത് സാധിച്ചു തരാനുള്ള ആചാര്യന്മാരും ഡേറ്റീസും അങ്ങനെയാണ്. സോ സംബന്ധാചാര്യ, പ്രയോജനാചാര്യ, അഭിധേയ ആചാര്യ, പ്രയോജനാചാര്യ, അതേപോലെ ഡേറ്റീസും അതേപോലെ മൂന്നെണ്ണം. അവർ ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റീസ് ആണത്. സനാതന ഗോസ്വാമിയുടെ ഡേറ്റിയാണ്. സനാതന ഗോസ്വാമിയാണ് രാധാ മദൻ മോഹൻ. ഗോവിന്ദജി രൂപ ഗോസ്വാമിയുടെയാണ്. അവര് ആദ്യത്തെ വൃന്ദാവനില് സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ 2 ഡേറ്റീസ് ആണ് രാധാ മദൻ മോഹനും രാധാ ഗോവിന്ദും. 7 മെയിൻ ടെമ്പിൾ ഉണ്ട്. ഓക്കെ, അതിലത്തെ ഇതാണ് ആദ്യത്തെ മെയിൻ ഡേറ്റീസ്, ഇവർ 2 പേരാണ്. പിന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമി ഫോർ ഗോപിനാഥ്ജി. ഓക്കെ, അപ്പൊ അവരാണ് അതിന്റെ റെസ്പെക്റ്റീവ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ 15 സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മതഃ സ്മൃതിജ്ഞാന മപോഹനം ച വേദേശ്ച സർവേ അഹമേവ വേദ്യോ വേദാന്ത കൃദ്വേദ വിദേവ ചാഹം. അതായത് എല്ലാ വേദങ്ങളാലും ഞാനാണ് അറിയപ്പെടേണ്ടവൻ. അല്ലാണ്ട് നമ്മൾ കുറെ സംസ്കൃത ശ്ലോകം വായിച്ചിട്ട് കുറെ ജ്ഞാനം അതൊന്നും പറഞ്ഞിട്ടല്ല, അതിൽ അർത്ഥമില്ല. ഭഗവാൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ആരോടും ചോദിക്കണം ഹൂ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ immediately you should be able to answer yes, Krishna. ഒരു മായാവാദ സ്കൂൾ ഓഫ് തോട്ട്സ്, ഓക്കെ, ആ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനോട് ചോദിക്കുകയാണെങ്കിൽ ഹൂ ഈസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? കൃഷ്ണ. അല്ല, ആരും പറയില്ല. പറഞ്ഞു കൊടുക്കാനാണെന്ന് വിചാരിച്ചു പോയി പ്രഭു. അവരത് പറയില്ല. അവർ പറയുന്നു ആ ബ്രഹ്മൻ ഏനോ ആ കുണ്ടലിന ശക്തി അവിടുന്ന് വന്ന് അവിടേക്ക് വന്ന് ഒരു ലൈറ്റ് വന്ന് അത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ മൊത്തത്തില് കൺഫ്യൂഷൻ ആണ് പ്രഭു. അവർക്ക് തന്നെ അറിയില്ല അവരെന്താ പറയുന്നത്. ഓക്കെ, എനിവേ നമ്മൾ അധികം അങ്ങോട്ട് പോണില്ല. അപ്പൊ ഇതാണ്. സോ ടു നോ ഓൾ ദ വേദാസ് മീൻസ് ടു നോ കൃഷ്ണ. അതാണ് പറയുന്നത്. പർപ്പസ് ഓഫ് സ്റ്റഡിങ് വേദാസ് ഈസ് ടു നോ ലോർഡ് കൃഷ്ണ, the primal cause of everything. So self-realization means understanding Krishna and one's eternal relationship with him. The relationship of the divinities with Krishna is also mentioned in the 15th chapter, 15.7. The living entities are parts and endana mamai vamsho jeevaloke jeevabhuta sanatanaha manas sastani indriyani prakriti sthani karshati. അല്ലേ? എന്താണ് പറയുന്നത്? എന്താണ് റിലേഷൻ? മമായി വാംശോ ജീവലോകെ, ഈ എന്താ പറയാ, ഈ ലോകത്തിലുള്ള ജീവാത്മാക്കളൊക്കെ എന്റെ അംശമാകുന്നു എന്ന് പറയുന്നത് അല്ലേ? ഭഗവാൻ കൃഷ്ണൻ പറയുമ്പോ നമ്മൾ എന്താണ് ലിറ്ററലി എന്താണ് എടുക്കേണ്ടത്? ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ അതിന് ഭഗവാന്റെ അംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയുടെ അംശമാണ്, ആ ശക്തിയാണ്. അങ്ങനെയൊന്നും പിന്നെ നമ്മൾ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വെൻ ഐ സേ ഇറ്റ് ഈസ് മൈൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈൻ അല്ലേ? അപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയുടെ ആ സാധനം എന്ന് പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണ ഇസ് റിഫറിംഗ് ടു ഹിം. സോ മമ്മായി വാംശോ ജീവലോകെ ജീവഭൂത സനാതന. അപ്പൊ സനാതനമാണ് ഈ ജീവഭൂത, അതായത് ലിവിങ് എൻറ്റിറ്റീസ് സനാതനമാണ്. കാണിച്ചാൽ ഭഗവാൻ സനാതനമാണ്. ഭഗവാൻ സനാതനമാണെങ്കിൽ പാർട്ട് ആൻഡ് പാർസൽ ആൾസോ സനാതന അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എന്റെ അംശങ്ങളാണ് ഇവരെല്ലാം എന്ന് പറയുന്നത്. സോ ദ ലിവിങ് എൻറ്റിറ്റീസ് ആർ പാർട്സ് ആൻഡ് പാർസൽസ് ഓഫ് കൃഷ്ണ. Therefore, revival of Krishna consciousness by the individual living entity is the highest perfectional stage of Vedic knowledge
This is confirmed in the Srimad Bhagavatam as follows. Okay, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൂടി ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The living entities are parts and parcels of Krishna. Parts of Krishna എന്ന് പറഞ്ഞാൽ പോരെ? എന്താ പാർസൽസ് പറയുന്നത്? പാർട്സ് ആൻഡ് പാർസൽസ് പറയാൻ കാരണം? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പെന്നില് നിബുണ്ട്. ഓക്കെ, ദിസ് നിബ് ഈസ് പാർട്ട് ഓഫ് ദിസ് പെൻ, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പെൻ എന്ന് പറയുന്നില്ല, പാർട്ട് ഓഫ് ദിസ് പെൻ. പക്ഷെ ലിവിങ് എനിറ്റീസ് ആർ പാർട്സ് ആൻഡ് പാർസൽ ഓഫ് ദിസ് സുപ്രീം ലോർഡ് കൃഷ്ണ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പെന്നിലെ നിബ് ഇറ്റ്സ് നോട്ട് പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയുന്നില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് പെൻ. ഈ ലാപ്ടോപ്പില് യുനോ the screen, this screen is a part of this laptop. My hand is part of my body. My hand is not part and parcel of my body in India. So why do we say that? Parcel means it is come from somewhere else, not belong. Parcel post office nu varnu alle. കൊറിയർ വരുന്നു അല്ലേ? നമ്മുടെ സോൾ അവിടെ നിന്ന് വന്നതാ, അല്ല ഇവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ കൃഷ്ണ സുപ്രീം ലോർഡ് അല്ലേ? ജസ്റ്റ് പറഞ്ഞല്ലോ, വി ആർ പാർട്ട് ഓഫ് ദിസ് സുപ്രീം ലോർഡ്. വൈ ദിസ് ഫ്രേസ്? പ്രഭുജി ജസ്റ്റ് പറയുകയാണ്, അതന്നെയാണോന്ന് അറിയില്ല. എന്താ പറയൂ മാതാജി? പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയുമ്പോ നമ്മള് ഭഗവാന്റെ ഒരു പാർട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഭഗവാന്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ടാണോ പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയുന്നത്? അതല്ല മാതാജി. ഓക്കെ പ്രഭുജി, ഇറ്റേണൽ ആയിട്ടുള്ളതാണ് നമ്മള് പാർട്ട് ആൻഡ് പാർസലിനെ. വി ആർ ഓൾസോ ഓഫ് ദ സെയിം. അത് ആൾറെഡി പറഞ്ഞിട്ട്, സനാതന, വി ആർ സനാതന. മമ വംശ ജീവലോകെ ജീവഭൂത സനാതന മീൻസ് എറ്റേണൽ. നമ്മളും സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രഭുജി. അതെ, സനാതന. അതെ, ഓക്കെ, അതെ, റൈറ്റ്. അപ്പൊ എന്താണ് ഇത് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു വേർഡ്, പാർട്ട് ആൻഡ് പാർസൽ? ഹി ഈസ് പാർട്ട് ആൻഡ് പാർസൽ. We are not belongs to this world, Prabhuji. Part is not okay. ഞാൻ പറഞ്ഞുതരാം. Part is not complete. Is it complete in itself? No. A screw is not complete in itself unless and until it has a connection with the whole unit. അല്ലേ? അത് പാർട്ടാണ്. പാർസൽ ഈസ് എ കംപ്ലീറ്റ് യൂണിറ്റ്. നമ്മൾ പാർട്ടും ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ എ കംപ്ലീറ്റ് യൂണിറ്റ്. ഒരു പാർസൽ ഫുൾ ആണ്, അതിലൊരു ഒന്ന് നീക്കം ചെയ്താൽ അത് കംപ്ലീറ്റ് അല്ല. സോ പാർസൽ, സോ ദാറ്റ്സ് വൈ പാർട്ട്, വി ആർ പാർട്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം പാർസൽ, വി ആർ ആൾസോ എ കംപ്ലീറ്റ് യൂണിറ്റ്. എന്താണ് പറയുന്നത്? ഈശോപനിഷത്തിൽ എന്താ പറയുന്നത്? പൂർണ്ണം പൂർണ്ണമിദം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. Lord, the Supreme Lord is complete and perfect, and whatever emanates from the Supreme Lord is also complete and perfect, each and every individual unit. അല്ലേ? നമ്മൾ പാർട്ടുമാണ്, and we are parcel also. We are complete also. We are a complete unit in itself. Does it make some sense? Yes, Prabhuji. So living entities are parts and parcels of Krishna. Therefore, revival of Krishna consciousness by the individual living entity is the highest perfectional stage of Vedic knowledge. This is confirmed in the Srimad Bhagavatam as follows. Okay, 3.33.7. Aho badasvapachota togariyan yajjivagre vartate nama tubhyam tepastapaste juhuvus sasnurarya brahmanuchur nama grananti ete. Oh my Lord, a person who is chanting a holy name
although born of a low family like that of a Chandala, dog eater. നമുക്കറിയാം എന്താണ് ചണ്ടാല എന്ന് പറഞ്ഞാൽ the lowest of mankind ആണ്. ഓക്കെ, ഇവൻ ശൂദ്രനിലും താഴ്ന്നിട്ടാണ്. അതായത് മറ്റേ പട്ടിമാംസമൊക്കെ കഴിക്കുന്ന ആൾക്കാരെ ശൂദ്രനേക്കാളും താഴെയെന്ന് പറയുന്നത്. അതാണ് ചണ്ടാല, ഡോഗ് ഈറ്റർ. ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഹയസ്റ്റ് പ്ലാറ്റ്ഫോം ഓഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ഏതൊരു വ്യക്തിയും ആ താഴെ കിടക്കുന്ന ചണ്ടാലിനെക്കാട്ടിലും ഹയസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഹയസ്റ്റ് പ്ലാറ്റ്ഫോം, സെൽഫ് റിയലൈസേഷൻ. Such a person must have performed all kinds of penance and sacrifice according to the Vedic ritual and studied the Vedic ritual many times after taking his bath in all the holy places of pilgrimage. Such a person is considered to be the best of Aryan family. In the Aryan പറഞ്ഞാൽ civilized. Okay, അപ്പോ ഇങ്ങനെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പ്രഭുപാദർ ഇത് പറഞ്ഞ പോലെ പ്രഭുപാദ അത് പ്രഭുപാദ പറയാണ് പ്ലീസ് ചാൻഡ് ചാൻഡ് ചാൻഡ്. അപ്പൊ അവർ പറയാണ് നോ കാൻറ്റ് ചാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ക്യാൻ എന്ന് പറയുമ്പോഴാണ് ചാൻഡ് പറയില്ല. അത് അതേപോലെ ആ സുഹൃത്തി ഇല്ലെങ്കിൽ ഭഗവാന്റെ പേരെടുക്കാൻ പറ്റില്ല. എന്നെ ചില സമയത്ത് പേപ്പറിലൊക്കെ ഹരേകൃഷ്ണ മൂവ്മെന്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരിക്കും പേപ്പറിൽ, അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസിലും മറ്റൊക്കെ. അപ്പോൾ ഡിസൈപ്പിൾസ് പറഞ്ഞ് വായിക്കും, Prabhupada, there is an article, it's all so much of criticism about our movement. വായിക്കാൻ പറയും. ഞാൻ പ്രഭുപാദ വളരെ സന്തോഷിച്ചിരിക്കും. കാരണം അതിൽ അറ്റ്ലീസ്റ്റ് 10 തവണയെങ്കിലും കൃഷ്ണ കൃഷ്ണ എന്ന് എഴുതിണ്ടാവും. That is, he takes it very positively. At least so many times they have written Krishna, they are reading Krishna's name. So they are benefited by, taking Krishna's name. So എല്ലാറ്റിലും ഒരു പോസിറ്റീവ് ഇത് കാണുന്നതാണ് പ്രഭുപാദരെ. Maybe it is criticizing Hare Krishna movement is gone, but he's seeing how many times they have repeated Krishna's name. അതുകൊണ്ട് ഈവൻ ഒരു ചണ്ടാലിയും കൂടിയും ഒരു ഭഗവാന്റെ നാമം ഉച്ചരിക്കാന്ന് പറഞ്ഞാൽ സംതിങ് റിയലി ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ അവര് many times after taking bath in the all holy places of pilgrimage, such a person is considered to be the best of Aryan family. So one must be intelligent enough to understand the purpose of Vedas without being attached to the rituals only, and must not decide to be elevated to the heavenly kingdoms for a better quality of sense gratification. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്തുകൊണ്ടാണ് നമ്മൾ വേദങ്ങള് അതിന്റെ വേദങ്ങളുടെ അനുസരിച്ച് ജീവിക്കണം വെച്ചാൽ നമ്മുടെ ഉപരി ലോകത്തിലേക്ക്, സ്വർഗലോകത്തിലേക്ക് ഉള്ള അങ്ങനത്തെ ലോകത്തിലേക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കരുത്. We should be trying to liberate ourselves from this material world. It is not possible for the common man in this age to follow all the rules and regulations of the Vedic rituals, nor is it possible to study all of the Vedanta and the Upanishad thoroughly. It requires much time, energy, knowledge and resources to execute the purpose of Vedas. This is hardly possible in this age. Nam Simi Mataji പറഞ്ഞ പോലെ കലിയുഗത്തില് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, 4 യുഗത്തിനും ഒരു പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിലെ പ്രോസസ്സ് നാമസങ്കീർത്തനമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഏജ് എന്താണ്? പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനാഹ മന്ദാഹ സുമന്ദമന്ദയോ മന്ദഭാഗ്യായി ഭദ്രത. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സമയം, അതിനുള്ള ബുദ്ധിയും അതിനുള്ള മനസ്സും അതിനുള്ള ശക്തിയും ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഈ പ്രോസസ്സ് ആണ് ഏറ്റവും ഉതകുന്നത്. അപ്പോ നമ്മുടെ സുഹൃതി നമ്മൾ ആരായിട്ട് സഹവസിക്കുന്നു, അവരുടെ കീഴിലുള്ള ആ ഒരു ഗൈഡൻസ്, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഈ ഭക്തി മാർഗം സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും ഉപരിയായിട്ട് വേറെ ഒന്നുമില്ല. So the best purpose of Vedic culture is served, however, by chanting the holy name of the Lord, as recommended by Lord Chaitanya, the deliverer of fallen souls. നമുക്ക് വേറൊരു ഭാഗ്യം കൂടി ലഭിച്ചിരിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ചൈതന്യ മഹാപ്രഭു അവതരിച്ച ആ കാലഘട്ടമാണ്. ഓക്കെ, ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുള്ള ആ സമയം മുതൽ 10,000 വർഷം വരെ ഗോൾഡൻ എറ എന്ന് പറയുന്നത്. ഇപ്പോ 1520 വർഷേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയും സമയം കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്ലോ ട്രാക്കിൽ പോണോ? ഗിമി ഗാഡി.
നമ്മൾ സ്ലോ ട്രാക്കിൽ പോയാൽ എന്താണ് ഒരു ഡേഞ്ചർ, റിസ്ക് എന്താണ്? വാട്ട് ഇസ് എ റിസ്ക്? സുജയ് പ്രഭു. പ്രഭു, നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സുഹൃതി ഉണ്ട് പ്രഭു. അപ്പൊ നമ്മള് കംപ്ലീറ്റ് പ്രോസസ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിന് ഉടൻ തന്നെ ഒരു ഹെവൻലി പ്ലാനറ്റ്സിലേക്ക് അയക്കും. അവിടെ കുറച്ചു കാലം തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ 10,000 അല്ല, ഇവിടെ ചിലപ്പോൾ 1,00,000 വർഷം ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വരാൻ പോകുന്നത് കലിയുഗത്തിന്റെ പീക്കിലായിരിക്കും. ആ സമയത്ത് ഇപ്പോഴേ നമുക്ക് സഹിക്കുന്നില്ല പ്രഭു. അപ്പോ 1 lakh years ഡൗൺ ദ ലൈൻ എന്തായിരിക്കും പ്രഭു? അൺബിലീവബിൾ ആയിരിക്കും. അതുകൊണ്ട് we have a very very big chance of falling down again into the cycle of repeated birth and death പ്രഭു. അത് വേണ്ട. വെരി ബോൾ. അതാണ് എന്റെ കാര്യം. കാണിച്ചാൽ നമ്മൾ വിചാരിക്കും 10,000 വർഷമല്ലേ, കുറെ ജന്മങ്ങൾ എടുക്കാം അല്ലേ? ഉറുമ്പായിട്ടാണെങ്കിൽ ഓക്കെ, നോ കുഴപ്പമില്ല, കുറെ ജന്മങ്ങൾ എടുക്കാം 10,000 വർഷത്തിന്റെ ഉള്ളില്. പക്ഷെ ഡെമിഗോഡോ അല്ലെങ്കിൽ ഹെവൻലി പ്ലാനറ്റ്സ് പോയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ 10,000ത്തിന്റെ ഉള്ളിൽ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഏർലിയർ ദ ബെറ്റർ എന്നാണ് പറയുന്നത്. സോ recommended by Lord Chaitanya, the deliverer of all fallen souls. When Lord Chaitanya was asked by a great Vedic scholar, Prakashananda Saraswati, why he, the Lord, was chanting the holy name of the Lord like a sentimentalist instead of studying Vedanta philosophy, the Lord replied that his spiritual master had found him to be great fool and thus asked him to chant the holy name of the Lord Krishna. And Chaitanya Mahaprabhuവിന്റെ ഉത്തരം കൂടി അങ്ങനെയാണ്. എന്റെ ഗുരുനാഥൻ പറഞ്ഞു എന്നോട്, ഞാനൊരു ഗ്രേറ്റ് നമ്പർ 1 ഗ്രേറ്റ് ഫൂളാണ്. മറ്റുള്ള പ്രോസസ്സ് വേദാന്ത സ്റ്റഡീസും കർമ്മകാണ്ഡ അതൊന്നും ചെയ്യാനുള്ള ആ ഒരു നോളേജോ അതിനുള്ള എന്താ പറയുക ബുദ്ധി എനിക്കില്ല. ജസ്റ്റ് ചാൻറ്റ് ദ ഹോളി നെയിം. ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് പറയാൻ കാരണം, നമ്മൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചാൽ മറ്റുള്ള പ്രോസസ് ഒന്നും എടുത്തൊരു കാര്യമില്ല. അതിൻ്റെതായിട്ടുള്ള സിമി മാതാജി പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള റിലവൻറ്റ് ഏജിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 10,000 വർഷം, 1,00,000 വർഷം, 1000 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഓക്കെ, നമുക്ക് ചെയ്യാം. ഇപ്പോ നമുക്ക് ക്വിക്ക് ഫിക്സ് അല്ലേ, ക്വിക്ക് ഫിക്സ് പെട്ടെന്ന് ചെയ്യണം, നമുക്ക് സമയമില്ല. എല്ലാം പെട്ടെന്നാണ്. ഇപ്പൊ ഒരു യജ്ഞം കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും റിച്വൽസ് ചെയ്യുകയാണെങ്കിൽ ബ്രാഹ്മണൻ പറയാണ് ഒരു 3 ദിവസം പിടിക്കണം കേട്ടോ, ഒരുപാട് റിച്വൽസ് ഇത്രയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ പറയും ഞാൻ ആകെ 2 ദിവസത്തെ ലീവിലാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ 3 ദിവസം റിച്വൽസ് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? അതിന് വല്ല എളുപ്പ വഴിയുണ്ടോ? അപ്പൊ നമുക്കൊരു ദിവസം എനിക്ക് ഒരുപാട് ഷോപ്പിങ്ങിന് പോകണം, രൂപേശ്വരി മാതാജി പറഞ്ഞിട്ടുണ്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുജയ് പറഞ്ഞു നാട്ടിൽ നിന്ന് വരുമ്പോ. അതുകൊണ്ട് സമയമില്ല. അതിനും ഷോർട്ടായിട്ട് വല്ല ടൈം ഉണ്ടോ? ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാനുണ്ടോ? അപ്പൊ എല്ലാം ക്വിക്കായിട്ട് വേണം. വി നീഡ് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്, ഇമ്മീഡിയറ്റ് റിസൾട്ട്. വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് ഇതൊന്നും ഇങ്ങനത്തെ റിച്വൽസ് ഒന്നും ചെയ്യാനുള്ള ടൈമും ഇല്ല, ക്ഷമയില്ല, അതിനുള്ള ആൾക്കാരും ഇല്ല, അതിനുള്ള സാമഗ്രികളും ഇല്ല. അതുകൊണ്ട് എല്ലാം അപ്പൊ ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വി ഷുഡ് ടേക്ക് അപ്പ് കൃഷ്ണ കോൺഷ്യസ്നസ്. അതർവൈസ് വി ആർ മിസ്സിംഗ് ദ ട്രെയിൻ അല്ലേ? ഒരു പ്രാവശ്യം ട്രെയിൻ മിസ് ചെയ്താൽ പിന്നെ അടുത്ത ട്രെയിൻ എപ്പോഴാ വരെ നമുക്കറിയില്ല. സോ വി ഹാവ് ടു ബി ഫാസ്റ്റ്. The Lord replied to spiritual. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു മറ്റുള്ള പ്രോസസ് ഒന്നും എടുക്കണ്ട, just chant the holy name of the Lord. 99% of our spiritual progress depends upon our chanting. 99% എന്നാണ് പ്രഭുപാദ പറയുന്നത്. 99% നമ്മുടെ പ്രോഗ്രസ്, സ്പിരിച്വൽ പ്രോഗ്രസ് ചാൻഡിങ്ങിലാണ്. ബാക്കി 1% ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ചാൻഡിങ് ഈ കലികാലത്ത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. സിൻസിയർലി നമ്മൾ ചാൻഡ് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഓക്കെ. സോ ഹി ഡിഡ് സോ ആൻഡ് ബിക്കേം എക്സ്റ്റാറ്റിക് ലൈക്ക് എ മാഡ് മാൻ. ചൈതന്യ മഹാപ്രഭു ഇവരെ പ്രകാശാനന്ദ സരസ്വതിയും ബാക്കി അനുയായികളും എല്ലാം ഉപനിഷത്തുകളും വേദങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ സൈഡിൽ നിന്നിട്ട് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. സോ അപ്പോഴാണ് പ്രകാശാനന്ദ സരസ്വതി, you act as a sentimentalist. You are a young Brahmana. Why don't you study Vedanta or Upanishad with us? The duty of sannyasi is to study
വേദാന്ത ഫിലോസഫി. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ പരമവിഡ്ഢിയാണ്, അതിലൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ ദേ വർ ഷോക്ക്ഡ്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഉജ്ജ്വലമായിട്ടുള്ള ആ പ്രകാശമുള്ള ആ തേജസ്സുള്ള മുഖം കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ വന്ന് ആസനത്തിലിരിക്കൂ. എന്തിനാണ്? കാരണം ചൈതന്യ മഹാപ്രഭു ചപ്പലും ഇതെല്ലാം ഇട്ടുള്ള ആ സ്ഥലത്തായിരുന്നിരുന്ന് ഉടനെ വിളിച്ചു, ആസനം കൊടുത്തു, അവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ആണ് ശരിക്കുള്ള ആ ഭക്തി പകർന്നു കൊടുക്കുന്നത്. പ്രകാശാനന്ദ സരസ്വതിയും പിന്നെ 60,000 ഡിസൈപ്പിളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിസൈപ്പിൾസ് ആയി. ഇത്രയും പേര് കേട്ട ആ വേദാന്തിസ്റ്റ്, മായാവത ഫിലോസഫറും എല്ലാ ഡിസൈപ്പിൾസും ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരായി എന്ന് പറയുന്നത്. അങ്ങനെ അവരെയും ഉദ്ധരിച്ചു. ഇതാണ് ഭഗവാൻ. So the best purpose Vedanta philosophy, the best purpose of Vedanta philosophy is served by inoffensively chanting the holy name of Lord. അപ്പൊ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്, നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ ഒരു ഒഫൻസും ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്ക് ചാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് വളരെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രസ് വരാത്തത്? നമ്മൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജപിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ പറ്റിയിട്ട് ആലോചിക്കുക, അവരെ പറ്റി ഗോസിപ്പ് ചെയ്യുക, ബീലിറ്റ്ലിങ് അതേഴ്സ്, ഫൈൻഡിങ് അതേഴ്സ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മുടെ ഫാക്ടറി ഓഫ് അവർ ഡെവൽ വർക്കിംഗ് അല്ലേ, in a way that is not conducive for our spiritual advancement. So എന്താണ് പറയുന്നത്? വേദാന്ത is the last word in Vedic wisdom. വേദാന്ത പറഞ്ഞ നോളജ്, അന്ത മീൻസ് end of knowledge. അതാണ് വേദാന്ത. ഓക്കെ, ആ വേദാന്തം നമുക്ക് മനസ്സാവില്ല. അതുകൊണ്ട് അതിന്റെ കമന്ററിയാണ് ശ്രീമദ് ഭാഗവതം. ഓക്കെ, ശ്രീമദ് ഭാഗവതം is the commentary on the Vedanta Sutra. Because it is very difficult for people like us in the age of Kali to understand that. So Vyasadeva has written commentary. It's a natural commentary of Srimad Bhagavatam is a natural commentary of Vedanta Sutra. Okay, and the author and knower of Vedanta philosophy is Lord Krishna. Vedesya sarver aham eva vedo Vedanta krid veda videvacham. I am the compiler and the knower of the Vedas. And the highest Vedantis is the great soul who takes pleasure in chanting the holy name of the Lord. The highest Vedantis who take pleasure in chanting the holy name of the Lord. That is the ultimate purpose of all Vedic mysticism. So wonderful purport Prabhupada has given. പ്രഭു, ഇപ്പോഴാണ് ഭക്തി വേദാന്തയുടെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഓക്കെ. So this is what the process that we are following as per our Gaudiya Vaishnava and as per Srimad Bhagavatam, as per Vedic literature. This is the best process. We are on the right path. മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈവൻ ഒരു ലോജിക്കലി നമ്മൾ നോക്കിയാലും റിച്വൽസും ബാക്കിയുള്ള ഇതെല്ലാം വേദാന്ത പഠനം ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ സാരം നമ്മുടെ എന്താ, അത് ഗ്രഹിച്ചിട്ട് അത് ഫോളോ ചെയ്യാം. ആചാര്യന്മാര് അതല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ക്രക്സ്, അതിന്റെ സാരം അതെന്താണ്, അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമുക്കിതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവസാനം എത്തുന്നതും ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോ അഥവാ നമ്മൾ ആദ്യം മുതൽക്ക് പഠിച്ചിട്ട് അവസാനം എത്തേണ്ട സ്ഥലം ഇവിടെ തന്നെ. ഇപ്പൊ സ്റ്റേറ്റ് വേ നമ്മൾ ഈ ഇതിന്റെ എസൻസ് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. പ്രഭുജി, കമന്ററി എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് പ്രഭുജി? വേദാന്തയുടെ കമന്ററി ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിന് കമന്ററി എന്ന് പറഞ്ഞാൽ വേദാന്ത ഫിലോസഫി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും ഹൈഫൈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജും വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതിന്റെ കമന്ററി ഇൻ എ വേ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കോമൺ പീപ്പിൾ. അതാണ് ശ്രീമദ് ഭാഗവതം. ഫിലോസഫി ഉണ്ട്, കൃഷ്ണാസ് പാസ്റ്റ് ടൈംസ് ആർ ദർ ആൻഡ് എവറിത്തിങ് ഈസ് ഇന്റർവോവൺ. So that we are able to understand it easily. Yes, just like ഭാഷ്യം എന്ന് പറയുന്നില്ലേ. ഫോർ എക്സാമ്പിൾ ഓരോ ഫിലോസഫിക്ക് ഒരു ഭാഷ്യം എഴുതുന്നുണ്ട്.
ആ ഭാഷ്യം എന്ന് പറഞ്ഞാൽ അതിനെ എലോബറേറ്റ് ചെയ്തിട്ട് അതിന്റെ എസെൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് നമുക്ക്, അതുകൊണ്ടാണ് നമ്മളുടെ ഗൗഡിയ വൈഷ്ണവ ഫിലോസഫിക്ക് ഭാഷ്യം ഉണ്ടായിരുന്നില്ല ആദ്യം. കാരണം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഗൗഡിയ വൈഷ്ണവന്മാര് ശ്രീമദ് ഭാഗവതമാണ് അതിന്റെ നാച്ചുറൽ കമന്ററി ആയിട്ട് എടുത്തിരിക്കുന്നത്, ചില വ്യാസദേവരുടെ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഭാഷ്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എഴുതേണ്ടി വന്നു. കാരണം ഒരു തർക്കം വന്നപ്പോ ബലദേവ് വിദ്യാഭൂഷൺ അത് ഗോവിന്ദ ഭാഷ്യം എഴുതി. രാമാനന്ദീസായിട്ടുള്ള തർക്കം വന്നപ്പോ, അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു ഭാഷ്യം വന്നത്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതം ഈസ് ദ നാച്ചുറൽ കമന്ററി ഫോർ വേദാന്ത സൂത്ര എന്ന് പറയുന്നത്. ഭാഷ്യം എന്നാണോ പ്രഭുജി? നമ്മളുടെ ഗോവിന്ദ ഭാഷ്യം, ശ്രീഭാഷ്യം. ഓക്കെ, ശ്രീഭാഷ്യം ആരാണ്? രാമാനുജാചാര്യരുടെ ആ സമ്പ്രദായത്തിന്റെ, അവരെ ശ്രീഭാഷ്യം എന്ന് പറയുന്നു. ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യം, മാധവാചാര്യരുടെ പൂർണ്ണപ്രജ്ഞ ഭാഷ്യം. അപ്പൊ അതിന്റെ എലോബറേറ്റ് കമന്ററി ആണ് അവരുടെ ആ ഫിലോസഫിയുടെ. അപ്പൊ നമ്മുടെ ഈ വേദാന്ത, നമ്മുടെ വൈഷ്ണവ ഫിലോസഫിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് നാച്ചുറൽ കമന്ററി ശ്രീമദ് ഭാഗവതമാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ തർക്കം വന്നപ്പോ ഗോവിന്ദ, നമ്മുടെ ബലദേവ് വിദ്യാഭൂഷൺ റോഡ് ഗോവിന്ദ ഭാഷ്യം ആവശ്യമാണ്. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജ്ഞാനികളെ അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു തർക്കം വരുമ്പോ, ഡിബേറ്റ് വരുമ്പോ ബേസ് എന്ത് ഭാഷ, എങ്ങനെ ഇത് തർക്കം ചെയ്തിട്ട് മറ്റുള്ളവരെ റെഫ്യൂട്ട് ചെയ്തിട്ട് അതിന് ജയം കൈവരിക്കാം എന്നുള്ള ഒരു ഇതിലെ ഭാഷ എഴുതും, കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ട്. Quoting from different scriptures, substantiating their logic and other things. Thank you. Okay. So, നമുക്ക് 8 മണി ഷാർപ്പ്. We'll stop here. Hari Bol. So.